ദൈവം നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. കർത്താവേ, നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകി ഞങ്ങളെ നടത്തുന്ന ദൈവം, പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് അവർ കൂടെയിരുന്ന് ഞങ്ങളെ നടത്തുന്നു. കഴിഞ്ഞ 5 വർഷം 9 മാസം കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവകൃപ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിച്ചു. മറ്റൊരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ഇവിടെ വരാനും ഈ പ്രിയപ്പെട്ടവരുടെ സ്നേഹവും കരുതലും ഞങ്ങൾക്ക് അനുഭവിച്ചറിയാം. ദൈവിക ശുശ്രൂഷ ഞങ്ങൾക്ക് ഒരു കുടുംബമായിട്ട് നിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ച വലിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് അവിടെ നൽകിയ ഈ സ്നേഹബന്ധം ഞങ്ങളുടെ ജീവിത അവസാനം വരെ നിലനിർത്താൻ എവിടെയായിരുന്നാലും പരസ്പരം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം അവിടെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ദൈവാലയത്തിൽ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതിനേക്കാൾ അപൂർവമായ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ അവർ നമുക്ക് ലഭിക്കുക. സഭ ഇനിയും വളരുവാൻ ഈ ദേശത്തിന്, ഈ പ്രദേശത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ദൈവാലയമാക്കി നിലകൊള്ളുവാൻ കർത്താവ് ഇനിയും ധാരാളമായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യുവജനങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാരെ, ഞങ്ങളുടെ പിതാക്കന്മാരെ, ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ അവിടെ കൂടെ നടത്തി വീണ്ടും പോകാമായിരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ആ കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കർത്താവ് സഹായിച്ചു. ഒത്തിരി കഷ്ടതകളിൽ തകർന്നു പോകാമായിരുന്ന സാഹചര്യങ്ങളിൽ ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ, ദൈവിക നന്മകളൊക്കെ അവർക്ക് അതിലൂടെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം അവർ ഒരുക്കി അനുഗ്രഹിച്ച വലിയ കൃപയ്ക്കാണ് നന്ദി അർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അടിയങ്ങളെയും കുടുംബമായി ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അടിയുടെ അമ്മയെ ഓർക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്രകാരം ഒരു അവസരം അങ്ങ് ദാനമായിട്ട് നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചു. കർത്താവെ, ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളും പ്രയാസങ്ങളൊക്കെ അമ്മയുടെ ജീവിതത്തിലുണ്ട്. എങ്കിലും അവിടെ നടത്തുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ആരോഗ്യത്തോടെ, സുഖത്തോടെ, ബലത്തോടെ, ദീർഘായുസ്സ് വേണമെന്ന് അതിശയകരമായിട്ട് നടത്തിക്കൊടുപ്പായിരിക്കും. കർത്താവടിയങ്ങളെ കരയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളിത് ചാർജെടുക്കുന്ന കലയും ഇടവക അവിടെ അറിയുന്നുവല്ലോ. കർത്താവെ, ശുശ്രൂഷകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കർത്താവ് ഞങ്ങളെ അവിടെ കുടുംബമായിട്ട് കർത്താവെ അവിടെ നിന്ന് എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കർത്താവെ അവിടെ നിന്ന് പൊറുക്കണമേ. ശുശ്രൂഷയിൽ ഒരു തടസ്സവും നമുക്ക് വരാതെ വേണം അവർ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ ആലയത്തിലെ മുഴുവൻ ജനങ്ങളെയും, പ്രത്യേകിച്ച് ഈ ചുറ്റുപാട് താമസിക്കുന്നവർ, വിവിധ ജാതി ബന്ധപ്പെട്ട ഒരുപാട് പേരുണ്ട് കർത്താവെ, അവരെല്ലാം അനുഗ്രഹിക്കണം. ഇന്ന് വരാൻ കഴിയാതെ ഭവനങ്ങളൊക്കെ ആയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സഭാ സെക്രട്ടറികളോർക്കും, ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ആയിരുന്നു വിലാസികാര്യങ്ങളോർക്കും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെല്ലാം അവർ തൃക്കന്മാർക്കും വലിയ കൃപയ്ക്കായിട്ട് നന്ദിയാണ്. തുടർന്ന് നിങ്ങൾക്ക് പരസ്പരം പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാനും കരുതുവാനുള്ള സാഹചര്യങ്ങളെല്ലാം കർത്താവ് ഒരുക്കണം. ദൈവം തുടർന്നുള്ള ഭക്ഷണം കൂട്ടായ്മയിൽ അവരുടെ കൂടെ ഇരിക്കണം. അധികമായി നന്മകളൊക്കെ എന്തെങ്കിലും കർത്താവെ നിങ്ങൾ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് അറിഞ്ഞ് ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കായിട്ട് നന്ദിയാണ്. കർത്താവെ, അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കണം. നന്ദി. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും പറയുന്നു. നാം എല്ലാവരോടും പ്രാർത്ഥിച്ചെല്ലാം കാര്യങ്ങളും നിങ്ങളേക്ക് കാലാവസാനത്തോളം നൽകുമാറാകട്ടെ. Manasa
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവോട് അനുഗ്രഹിച്ച് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭക്ഷണം കഴിഞ്ഞിട്ട്